എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇതിനെ എങ്ങനെ കാണണം ശ്രീ വിജയരാജൻ? ഏറ്റുകുടുക്കിയിലെ BLO അനീഷ് ജോർജിന്റെ മരണം വേദനാജനകമാണ്. ദുഃഖമനുഭവിക്കുന്ന കുടുംബത്തോടൊപ്പമാണ് ഞങ്ങളെല്ലാം. ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയതിനെ കുറിച്ച് കുടുംബാംഗങ്ങൾ പറയുന്ന കാര്യം ജോലിയുടെ ഭാരം മൂലമുള്ള സമ്മർദ്ദം അദ്ദേഹം വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. SIR നടപ്പാക്കുന്നതിന്റെ ഭാഗമായി BLOന്റെ മേൽ കടുത്ത സമ്മർദ്ദമാണ് കേരളത്തിൽ ആകെ. അതിന്റെ മുകളിലുള്ള സൂപ്പർവൈസർ, AERO, ERO തുടങ്ങി മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ചെയ്യുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്നാണ്. നവംബർ 15 നിങ്ങൾ എന്യൂമറേഷൻ ഫോം വീടുകളിൽ വിതരണം ചെയ്യുന്നില്ലെങ്കിൽ നടപടിയെടുക്കുമെന്നടക്കമാണ് മേലെ എന്ന് പറയുന്നത്. ഇലക്ഷൻ സമയത്ത് ഡ്യൂട്ടി കൊടുത്ത ജീവനക്കാർ ഡ്യൂട്ടിയിൽ അലംഭാവം കാണിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്ത് അച്ചടക്ക നടപടിയെടുക്കാൻ അവർക്ക് അധികാരമുണ്ട്. അതിന് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ സമ്മതം പോലും വേണ്ട. എന്താ ഇവിടുത്തെ പ്രശ്നം? സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നോമിനേഷൻ സ്വീകരിച്ചു തുടങ്ങി. അതിന് ഏതാണ്ട് 2.5 ലക്ഷത്തോളം ജീവനക്കാർ ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് എല്ലാ ചുമതലയും നൽകി കഴിഞ്ഞു. ആ ചുമതല നിർവഹിക്കുന്നതോടൊപ്പം ഏതാണ്ട് 30,000-ലേറെ ജീവനക്കാർ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ SIRന്റെ പണിയും എടുക്കണം. ഇതെങ്ങനെ നടത്താൻ കഴിയുന്നത്? ഒരാൾ തന്നെ 2 ജോലി എങ്ങനെ നിർവഹിക്കാൻ കഴിയും? അസാധ്യമാണത്. SIR ചുളുവിൽ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള ഒന്നാണ് എന്ന അഭിപ്രായമുള്ള പാർട്ടികളാണ് മഹാഭൂരിപക്ഷം. അത് ഞങ്ങൾ പറഞ്ഞു. പക്ഷെ SIRമായി അവർ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ തീയതിയിലെങ്കിലും മാറ്റം വരുത്തണ്ടേ? ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കുന്ന ദിവസം മറ്റൊരു വോട്ടർ പട്ടിക തയ്യാറാക്കാനുള്ള ഒരു പ്രവർത്തനം പ്രായോഗികമാണോ? മാത്രമല്ല, കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഡിസംബർ 9 അന്ന് കേരളത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനത്തിലേക്കുള്ള 7 ജില്ലകളിൽ തെരഞ്ഞെടുപ്പാണ്. ആ ഡേറ്റെങ്കിലും മാറ്റാൻ വേണ്ടി കഴിയാത്ത വിധമുള്ള ധിക്കാരം, അതല്ലേ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ആർക്കെങ്കിലും അംഗീകരിക്കാൻ കഴിയുമോ ആ നിലപാടിന്? അതുകൊണ്ട് അനീഷ് ജോർജ് അടക്കമുള്ള ജീവനക്കാരിൽ കടുത്ത സമ്മർദ്ദം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായി ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അതിന്റെ പ്രശ്നങ്ങളുടെ കാതലായ കാര്യം. വളരെ നന്ദി ശ്രീ MV ജയരാജൻ. പ്രതികരിച്ചതിനാലും വലിയ സമ്മർദ്ദം ഈ ഇത്തരത്തിൽ BLOമാർക്ക് മേലുണ്ട് എന്നാണ് CPMന്റെ പ്രതികരണം. വർഗീസ് ജോർജ്, RJD നേതാവ്, പ്രൊഫൈലുണ്ട്. ശ്രീ വർഗീസ് ജോർജ്, ഈ ഇത്തരത്തിൽ ഈ BLOമാർക്ക് മേൽ വലിയ സമ്മർദ്ദം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ നേരത്തെ വന്നിരുന്നു. പക്ഷേ അപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു ആത്മഹത്യയുടെ സാഹചര്യം കൂടി വരുന്നു. ഇതിനെ അപലപിക്കുന്നുണ്ട് CPM. എന്താണ് താങ്കളുടെ പ്രതികരണം? ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. BLOമാര് കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. ഈ ആത്മഹത്യയുടെ പേരിൽ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ പ്രതിയാക്കി കേസെടുക്കേണ്ടതാണ്. കാരണം അത്ര മാനസിക സമ്മർദ്ദത്തിലാണ് ഈ BLOമാര് നിൽക്കുന്നത്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞാണ് കേരളത്തിൽ ഇപ്പോൾ SIR മാറ്റിവെക്കണം എന്നുള്ളത്. 2024 ഇവിടെ നമുക്ക് പാർലമെന്റിൽ വോട്ടർ പട്ടിക പുതുക്കിയതാണ്. 2004 ശേഷമുള്ള പാർലമെന്റിലെ വോട്ടർ പട്ടികയിൽ മരിച്ചവരെ ഒഴിവാക്കി 2026 ജാനുവരി 1 പ്രായപൂർത്തിയാവുന്നവരെ കൂട്ടിച്ചേർത്ത് മാത്രം നമ്മുടെ വോട്ടർ പട്ടിക പുതുക്കിയാൽ മതി. അത്ര ലളിതമായിരുന്നു. അതിനു പകരം 2002 വോട്ടർ പട്ടികയിലുള്ളവർ അവർ വോട്ടർമാരാണെന്ന് വീണ്ടും തെളിയിക്കണം. മാത്രമല്ല, 2002 ശേഷം നമ്മുടെ കേരളത്തിൽ 5 അസംബ്ലി ഇലക്ഷൻ നടന്നിട്ടുണ്ട്, 5 പാർലമെന്റ് ഇലക്ഷൻ നടന്നിട്ടുണ്ട്. ഈ 10 അസംബ്ലി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർ വീണ്ടും ഈ 2000 ശേഷമുള്ളവർ അവരും തങ്ങൾ വോട്ടർമാരാണെന്ന് തെളിയിക്കണം. ബേർഡൻ ഓഫ് ദ പ്രൂഫ് അവർക്കാണ്. ഇലക്ഷൻ കമ്മീഷൻ വോട്ടർമാരെ എന്യൂമറേഷൻ നടത്തി ചേർക്കേണ്ടതിന് പകരം
കാലാകാലങ്ങളിൽ ഇപ്പോൾ ആ ഉത്തരവാദിത്വം ഇവർക്ക് വോട്ടർമാർക്ക് കൊടുത്തിരിക്കുകയാണ്. BLOമാർക്ക് തന്നെ ശരിയായ കാഴ്ചപ്പാടില്ല, അവർക്കുള്ള ട്രെയിനിങ് ശരിയായില്ല. ഇപ്പൊ ഞങ്ങളുടെ ഈ പ്രദേശങ്ങളിൽ BLOമാര് വന്നത് അവര് 1 കോപ്പി മാത്രമാണ് തന്നത്. ചില സ്ഥലങ്ങളിൽ 2 കോപ്പി വന്നിരിക്കുന്നു. ഞാൻ പോലും 3 തവണ BLOയെ വിളിച്ച് ഇതിലെ കാര്യങ്ങൾ പൂരിപ്പിക്കുന്ന സമയത്ത് ചോദിക്കേണ്ടി വന്നു. എന്താണ് എപ്പിക് നമ്പർ, 2002 രക്തബന്ധമുള്ളവർ മരിച്ചുപോയാൽ അവരുടെ പേര് ചേർക്കാമോ, എന്തെല്ലാം സങ്കീർണതയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ പാവപ്പെട്ടവർ, ആദിവാസികൾ, ദളിതുകള്, മത്സ്യത്തൊഴിലാളി സ്നേഹിതന്മാര്, ജീവിതത്തിന്റെ വഴിമുട്ടി നിൽക്കുന്നവര്, ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എത്ര സമയം ചെലവാക്കണം, ആരെ കാണണം? ഹലോ, ഒരു സെക്കൻഡ് കൂടി. ഈ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഉള്ളവർ ഉൾപ്പെടെ ഉള്ളവർക്ക് ട്രെയിനിങ് കൊടുത്തത് ബീഹാറിലെ CEO ആണ്, ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ സെപ്റ്റംബർ 10 പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്, ഇന്ത്യയിലെ 28 സ്റ്റേറ്റുകളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസർമാരെ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ അവർക്കൊരു ട്രെയിനിങ് കൊടുത്തു. ബീഹാറിലെ CEO ആണ് അതിന് ട്രെയിനിങ് കൊടുത്തത്. ഇതെങ്ങനെ നടത്താം എന്ന് അദ്ദേഹമാണ് അവരെ പഠിപ്പിച്ചത്. ഇതല്ലേ കേരളത്തിൽ ആവർത്തിക്കാൻ പോകുന്നത്? 6.15 മില്യനെ ഒഴിവാക്കിയ ബീഹാറിന്റെ പാഠം. അതുകൊണ്ട് BLOമാര് ഉൾപ്പെടെയുള്ളവര് വലിയ മാനസിക സമ്മർദ്ദത്തിലാണ്. ഇനിയും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കേരളത്തിലെ SIR അപ്പാടെ റദ്ദ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം. ശരി, വളരെ നന്ദി. ശ്രീ വർഗീസ് ജോർജ്, RJD നേതാവാണ് പ്രതികരിച്ചത്. ഇപ്പോൾ മാർട്ടിൻ ജോർജ്, കണ്ണൂർ DCC അധ്യക്ഷൻ, അദ്ദേഹം ഇപ്പോൾ ടെലിഫോണിലുണ്ട്. ശ്രീ മാർട്ടിൻ ജോർജ്, ഇത് ഒരു അസ്വാഭാവിക മരണമാണ്. ജോലി സമ്മർദ്ദം തന്നെയാണോ ഈ മരണകാരണമായി താങ്കൾ കരുതുന്നത്? ഒപ്പം കോൺഗ്രസ് പാർട്ടിയും ഇതിനകത്ത് BLOമാരെ സംബന്ധിച്ചിടത്തോളം ജോലി സമ്മർദ്ദമുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനകത്ത് കൃത്യമായി ആദ്യം തന്നെ പറഞ്ഞത്, ഈ സമയത്ത് ഇത് ചെയ്യരുത്, ത്രിതല പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്ത് ഇത് ചെയ്യരുത് എന്ന് ഞങ്ങൾ പറഞ്ഞത്. ഇതിനകത്ത് ഇടപെടലുകൾ നടത്താൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് ശക്തമായ ഒരു നിലപാട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ആദ്യം മുതലേ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണിത്. പക്ഷേ ഇതല്ല ഇവിടെ സംഭവിച്ചത്, അതുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ഇപ്പൊ ഈ പറഞ്ഞ മാനസിക സമ്മർദ്ദത്തിനുപരിയായി ഇവിടെ CPMകാർ ഈ മാനസിക സമ്മർദ്ദം നിലനിൽക്കുമ്പോൾ തന്നെ ഈ പാവപ്പെട്ട BLOമാരെ പേടിപ്പിക്കുന്നത് എന്തിനാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഈ കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തില് ഏറ്റുകുടിക്കൽ നടന്നിരിക്കുന്ന സംഭവത്തിൽ അവിടുത്തെ BLO ആയിരുന്ന അനീഷിനെ CPMകാർ ഭീഷണിപ്പെടുത്തിയതായി വ്യക്തമായി നമുക്ക് തെളിവുകളുണ്ട്. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന നമ്മളെ മണ്ഡലം യൂത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള വൈശാഖ് ഉൾപ്പെടെയുള്ള ഈ BLAമാരാണ്. അവരെ എന്തിനാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്നുള്ളത്. BLAമാര് കൂടെ ഈ SIRന്റെ കടലാസുമായി അപേക്ഷയുമായി പോകുമ്പോൾ BLAമാരും കൂടെ പോകണമെന്നുള്ളതാണ്.